ക്രൂശിൻ പിന്നാലെ കഷ്ടങ്ങൾ പീഡകൾ ഏറി വന്നാലും ഞാനൊട്ടും പിന്മാറില്ല. കഷ്ടങ്ങൾ പീഡകൾ ഏറി വന്നാലും ഞാനൊട്ടും പിന്മാറില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകും. കർത്താവ് നമ്മെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ ദിവസത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കിനിയും പ്രാപിക്കാനുള്ളത് എന്ത്? ഓരോ ഭവനങ്ങളുടെ വിഷയങ്ങളുണ്ട്, വ്യക്തിപരമായ വിഷയങ്ങളുണ്ട്, ഇതൊക്കെയും ശരിയാണ്. എന്നാൽ ദൈവം ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് ദൈവം കർശനമായിട്ട് പറയുമ്പോൾ അതിലേക്ക് ശ്രദ്ധ വയ്ക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരുന്നത് എന്താണ്? ഒരു പിതൃദേശം അന്വേഷിക്കുന്നത് കാര്യം. അവൻ്റെ ദൈവമാണ് ഞാനെന്ന് ദൈവം പറയുമ്പോൾ ലജ്ജിക്കാതിരിക്കാൻ 3 കാരണങ്ങൾ നമ്മൾ വചനത്തിൽ പഠിക്കുന്നു. ഏതൊക്കെയാണ്? ഇന്നയാളുടെ ദൈവമെന്ന് പറയുമ്പോൾ കർത്താവ് ശരിയാ, അങ്ങനെ തന്നെയാണ്, അവൻ്റെ ദൈവമാണ് ഞാൻ എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാണും. ലോകത്തിൽ എന്ത് നന്മ കിട്ടിയാലും അതിനേക്കാൾ ഉപരിയായിട്ട് അവർ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സ്വർഗീയമായത്. രണ്ടാമത്തത്, എവിടെ പോയാലും എനിക്കൊരു പിതാവുണ്ട്, ആ പിതാവിനൊരു ദേശമുണ്ട് എന്നുള്ളത് അന്വേഷണം എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തത്, വിട്ടുപോകുന്നതിന് ഒരിക്കലും ഓർമ്മില്ല. ലോകത്തെ വിട്ടെങ്കിൽ ആ ലോകത്തെ ഒരിക്കലും നന്മയ്ക്കായിട്ട് ഓർക്കില്ല. അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഓർക്കില്ല. ഇത് 3മാണ് ദൈവം അവരെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. നമുക്ക് വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മൾ അവകാശികളാണ്. നമുക്ക് സ്വർഗീയമായിട്ടുള്ള അവകാശം ലഭിക്കാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് ആ അവകാശം ഉറപ്പായോ? വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പായോ എന്ന് ചോദിച്ചിരിക്കുന്ന പോലെ ആ അവകാശം ഉറപ്പായോ? ആ അവകാശം ഉറപ്പാകണമെങ്കിൽ എന്താണ് വ്യവസ്ഥ? അതിൽ ഒന്നാമത്തതാണ് ദൈവത്തിൻ്റെ ജനത്തെ സത്യം അറിയിക്കും. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിൽ കൂടി നമ്മൾ പഠിച്ചിട്ടല്ലോ, പലതരത്തിൽ കൂടി വചനം അറിയിക്കും. ഈ വചനം തന്നെ ഇതിൽ എന്തൊക്കെ വചനമുണ്ട്? നല്ല വചനമുണ്ട്, ആക്ഷേപിച്ചു കൂടാത്ത വചനമുണ്ട്. അപ്പോൾ തന്നെ മറുവശമുണ്ട്. ഏത് വചനമുണ്ട്? ആക്ഷേപിക്കുന്ന വചനമുണ്ട്, നല്ലതല്ലാത്ത വചനമുണ്ട്. വചനത്തിന് നന്മയോ ചീത്തയല്ല, വചനത്തിൻ്റെ സാരമാണ് സത്യം. അത് നമ്മൾ പഠിക്കും. അപ്പോൾ ആക്ഷേപിച്ചു കൂടാത്ത വചനം, സത്യമായ വചനം, ആ വചനം ആദ്യോടൊന്നുമുള്ള വചനത്തിൻ്റെ പൊരുൾ ഒരു സഭയെ ഗ്രഹിപ്പിച്ചാൽ ആ സഭയെ ആദ്യം അത് ഗ്രഹിപ്പിക്കും. അങ്ങനെ ഗ്രഹിപ്പിച്ചാൽ പിന്നെ ഒരു സമയം വരെയും അത് ഗ്രഹിച്ച സഭ കേട്ട വചനത്തിനൊത്തവണ്ണം ഫലം കഴിക്കാനുള്ള സമയമാണ്. വചനം, സത്യത്തിൻ്റെ വചനം യഥാർത്ഥമായി കേട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സമയം ഏതാ? ഫലം കായ്ക്കാം. ഫലം കായ്ക്കുന്നത് തൃപ്തികരമായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാണ് അവരുടെ കണ്ണ് തുറക്കും. കണ്ണ് തുറന്നാൽ വേദവസ പ്രകാരം കണ്ണ് തുറന്നാൽ അവന് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഒരാളുടെ കണ്ണ് തുറന്നാൽ 26:18 വായിക്കുക. അപ്പോസ്തലരുടെ പുസ്തകം 26:18. അതായത് അപ്പോസ്തലനായ പൗലോസിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ പറയുകയാണ്, നീ സുവിശേഷം അറിയിക്കുമ്പോൾ ഒന്നാമത് അറിയിക്കേണ്ടതാണ് എന്ത്? പാപമോചനം അറിയിക്കണം. നിങ്ങൾ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കാതെ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.
നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം കിട്ടും മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം പറയേണ്ടത്. ഇങ്ങനെ പറഞ്ഞാൽ അതിൽ അവര് ജയിച്ചാൽ പിന്നെ അടുത്ത ഘട്ടം എന്താ? എന്നിലുള്ള വിശ്വാസത്താൽ വിശദീകരിക്കപ്പെട്ട അവകാശം ലഭിക്കേണ്ടതിന് കണ്ണ് തുറക്കണം. അപ്പൊ കണ്ണ് തുറക്കുന്നവർക്കുള്ളതാണ് എന്ത് എന്ന് പറഞ്ഞേ? കണ്ണ് തുറക്കുന്നവർക്കുള്ളതാണ് അവകാശം. കണ്ണ് ആര് തുറക്കണം? ദൈവം തുറക്കണം. ദൈവം കണ്ണ് തുറക്കണമെങ്കിൽ എന്ത് വേണം? സത്യം ലഭിച്ചിട്ടുള്ളവർ എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. സത്യം ലഭിച്ചിട്ടുള്ളവർ ഫലം കായ്ക്കുകയാണെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? കണ്ണ് തുറക്കും. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഈ കുറഞ്ഞ ഒരു വർഷം കഴിഞ്ഞു എന്തെല്ലാം കാര്യങ്ങൾ, പല കാര്യങ്ങളും നമ്മൾ പറയും. ഇതൊക്കെ ഇതിന് വല്ല വാസ്തവമുണ്ടോ? ശരിയാണോ ഇതൊക്കെ? നമ്മൾ അങ്ങനെ വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചും സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചും മനുഷ്യൻ തേജസ്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയെക്കുറിച്ചും എന്തെല്ലാം കാര്യം ഇതൊക്കെ ശരിയാണോ? കർത്താവിന്റെ വചനം പറയുന്നത് അതിനൊക്കെയും ഒരു ഉറപ്പ് കർത്താവ് തരും. എന്താണ്? ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. ഫലം കായ്ച്ചു കഴിഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യും? കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ സംശയമില്ല. കാരണം എന്താണ്? ഞാൻ ഇന്ന് വരെ കേട്ടത് മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നു? എൻ്റെ കണ്ണാൽ ഞാൻ കണ്ടിരിക്കുന്നു. പിന്നെ മനുഷ്യന് സംശയമില്ല. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ഒരു സഭയിൽ ഒരാളങ്ങ് കിടന്നാൽ അവൻ ആ സഭയിൽ സ്വർഗത്തിന്റെ മുൻപാകെ അവൻ അവകാശിയാണ്. അവന്റെ പദവി വേറെ. പക്ഷെ ആ ഘട്ടത്തിൽ ആരും എത്താറില്ല. പല സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നതാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ കർത്താവിന് ചോദിച്ചു, കുടുംബങ്ങളുടെ വിഷയമുണ്ട്, ഓരോ വ്യക്തികളുടെ വിഷയമുണ്ട്, ഇതെല്ലാം പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. കർത്താവ് ഈ വചനം ശുശ്രൂഷിക്കാൻ പറഞ്ഞ ആർക്ക് എന്ത് പ്രസക്തി? ഇന്നിപ്പോൾ ഇവർക്ക് ഇവിടെ വന്നിരിക്കുന്നവർക്ക് എന്തെല്ലാം കുടുംബ പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം വിഷയങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള കർത്താവിനുള്ള അകർച്ചകളുണ്ട്. അതിന് ഒരു വിഷയം സംസാരിക്കാൻ, ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് കർത്താവ് ഒന്നും അനുവദിച്ചിട്ടില്ല. ഈ വിഷയം തന്നെ സംസാരിക്കും. ഒരു മാറ്റമില്ലാതെ കർത്താവ് പറഞ്ഞിരിക്കും. കർത്താവിന്റെ വചനം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ഇതാ എന്തിന്റെ സമയമാകാൻ പോവാ? കണ്ണു തുറക്കാനുള്ള സമയമാകും പോവാ. കർത്താവിന്റെ സ്വതന്ത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വചനം ബാക്കിയുള്ള എലീശ, നിന്റെ ആത്മാവ് ഇരുത്തി പങ്ക് എന്റെ മേൽ വരുമാനാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാണെന്ന് ചോദിച്ചത്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാവും. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് എലീശയുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം. ഏലിയാവിന്റെ ഈ ലോകത്ത് നിന്ന് ഏലിയാവിനെ ദൈവം എടുക്കാൻ തീരുമാനിച്ചിരിക്കുക. വർഷങ്ങൾക്ക് മുമ്പേ ഒരാൾ വന്നു കൂടിയതാ. ആരാ? ഏലീശ വന്നു കൂടി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി താൻ എന്തായി തീരും. ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, മരിച്ചവരെ ഉയർപ്പിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് തീയിറക്കുന്നതും അനവധി കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം തനിക്ക് പരിചയമില്ല. ഒരാൾ പറഞ്ഞു കേട്ടാൽ എന്തോരം കേൾക്കും? യജമാനൻ പറഞ്ഞു കേട്ടാൽ എത്രമാത്രം കേൾക്കും? ഇതിങ്ങനെ പറഞ്ഞു കേൾക്കുന്നതല്ലാതെ ജീവിതത്തിൽ പരിചയമൊന്നുമില്ല. എന്നിട്ടും യജമാന്റെ പുറകെ പോവുക. പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം എലീശ മനസ്സിലാക്കി എന്താണ്? തൻ്റെ യജമാനായ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുക്കാൻ പോവാ.
ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കാൻ പോവാണ്. അത് മനസ്സിലാക്കിയതോടുകൂടി അവൻ ഉണർന്നു. പണ്ട് എവിടെ നിന്ന് പിടിച്ചതാ? കാളയെ കൂട്ടി ഒഴിവിക്കുമ്പോ ഒരു പുതപ്പ് കൊണ്ടുവന്ന് ഇട്ടതാ. ആ പുതപ്പ് ഇട്ടപ്പോ ഏലിയാവിന് പിന്നാലെ ഓടി. ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ ചെന്ന് എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചിട്ട് ഞാൻ വരാം. എൻ്റെ അപ്പയും അമ്മയും ഒന്ന് ചുംബിച്ചിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞപ്പോൾ, നീ ചുംബിക്കൂ, എന്ത് വേണമെങ്കിലും ചെയ്തോ, നീ പോയിട്ട് വന്നോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു നീ ഓർക്കും. എന്താ ചെയ്തേ? ഇന്ന് ഞാൻ ചെയ്യുന്നത് മുഴുവനും ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ള സകല അത്ഭുത പ്രവർത്തിക്കും ദൈവിക പ്രവർത്തിക്കും ആധാരം എൻ്റെ പുതപ്പാണ്. ആ പുതപ്പാണ് ഞാൻ എവിടെ ഇട്ടത്? നിന്റെ പേരിട്ടത്. മറക്കാത്ത ജീവിതമുണ്ട്. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ മറക്കാത്ത ജീവിതമുണ്ട്. അത് അധികാത്മാവ് അങ്ങനെ പറയുന്നത്. കർത്താവിന് സ്തോത്രം. അന്ന് നിനക്ക് ദൈവം ചെയ്തത് എന്തെന്ന് മറക്കാതെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ട് കൃപ നിന്നെ വിട്ട് മാറിയിട്ടില്ല. പല കൊടുങ്കാറ്റും വന്നു, പല ചുഴലിക്കാറ്റും വന്നു, പല ഭൂകമ്പവും വന്നു. പക്ഷെ നീ എന്തിയാ മുങ്ങിപ്പോകാത്തെ? പെരുവെള്ളം നിന്നെ കവിയുകയില്ല, തീ നിന്നെ ദഹിപ്പിക്കുകയില്ല. നീ ദൈവത്തിന്റെ കരങ്ങളിലല്ലയോ? കർത്താവിന് സ്തോത്രം. നിന്റെ ശക്തി, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തിട്ടുണ്ട്. എന്താ ജീവിതത്തിൽ ഫലം കായ്ച്ചവനാണ്. ഒടുവില് ഗിൽഗാലിൽ വന്നു കഴിഞ്ഞപ്പോ യജമാനൻ പറയുകയാണ്, എലീശയെ നീ ഇവിടെ താമസിച്ചോ, ഞാൻ ബേഥേലിലേക്ക് പോവാ. അപ്പോ എലീശ പറഞ്ഞ്, നിന്നാണ്, യഹോവയാണ്, ഞാൻ നിന്നെ വിടുന്നു. ശരി, അവിടെ നിന്ന് പുറപ്പെട്ടു പോയി അടുത്ത ബേഥേലിലേക്ക് വന്നു. അപ്പൊ അവിടെ കുറെ ശിഷ്യന്മാരൊക്കെ ഉണ്ട്. ശിഷ്യന്മാരൊക്കെ പറഞ്ഞ്, എലീശേ, ഇത്രയും കാലം പിടിവിടാതെ നീ പുറകെ നടന്ന്, സംഗതിയൊക്കെ ശരിയാ, ഇത്രയും കാലം നടന്നു ശരി, ഇന്ന് നിന്റെ യജമാനായ ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗ്ഗത്തിലേക്ക് എടുക്കാൻ പോവാ, നീ എന്നെ ചെയ്യും? അപ്പൊ എലീശ പ്രവാചകൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ മിണ്ടാതിരിക്കപ്പോ കണ്ടോ? അതാണ് സ്തോത്രം. കാരണം അവൻ ആരാ? ഇത്രയും കാലം ഞാൻ കേട്ട് ജീവിച്ചവനാ. ഇത്രയും കാലം യജമാനന്റെ പ്രവൃത്തികൾ അറിഞ്ഞും കേട്ടും ജീവിച്ചവനാ. അതിൽ അവന്റെ കഴിവിനൊത്തവണ്ണം, സാഹചര്യത്തിനൊത്തവണ്ണം അവൻ ഫലം കായ്ച്ചിട്ടുണ്ട്. ആ ഫലം കായ്ച്ചവനെ ഇനി വ്യവസ്ഥ പ്രകാരം കണ്ണു തുറക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഉടയവനുള്ളതാണ്. അതോടുകൂടി അവന്റെ ജീവിതം ആരംഭിക്കാൻ പോകുന്നു. അവന്റെ ജീവിതം വേറൊരു നിലയിലേക്ക് നീങ്ങാൻ പോവാ. നാളുകൾക്ക് മുമ്പ് യജമാനിൽ നിന്ന് കേട്ട, ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു ഓർത്തോളൂ എന്ന് പറഞ്ഞ് ഇന്നുവരെയും മറക്കാത്തവൻ, ആ ഓർമ്മയിൽ ഇതുവരെയും ജീവിക്കുക. അങ്ങനെ ഇവിടെ എത്തി. അടുത്ത സ്ഥലത്തേക്ക് പോവാ. എലീശ, നീ ഇവിടെ താമസിച്ചോ, എന്നെ കർത്താവ് യെരിഹോയിലേക്ക് അയച്ചിരിക്കുക. യജമാനാണ്, യഹോവയാണ്, ഞാൻ നിന്നെ വിടില്ല. അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേക്കും അവിടത്തെയും കുറെ ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരോട് അവരും പറയുകയാണ്, ഇന്ന് ഏലിയാവിനെ എടുക്കും, നീ എന്ത് ചെയ്യും? ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിക്കും. എത്ര കടമ്പ കടന്നറിയാം? എത്ര വിട്ടില്ല. അടുത്ത ഇടത്തിലേക്ക് യോർദാനിലേക്ക് കിടക്കാൻ പോയി. യോർദാൻ കിടക്കുക, എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു, നീ ഇവിടെ നിൽക്കുക. അവൻ പറഞ്ഞു, ഞാൻ വിടില്ല. അവർ രണ്ടുപേരും ചെന്ന് യോർദാനെ അടിച്ചു. യോർദാൻ രണ്ടായി പിരിഞ്ഞു. അക്കരെ കിടന്നു. ആരുമില്ല. എവിടെ പോയി? ശിഷ്യന്മാരൊക്കെ എവിടെ പോയി? 50 ശിഷ്യന്മാർ ഒരിടത്ത് അക്കരെ നോക്കി നിൽക്കുക. യോർദാന്റെ അക്കരെ 50 ശിഷ്യന്മാർ നോക്കിയിരിക്കുക. ബേഥേലിൽ കുറെ ശിഷ്യന്മാരുണ്ട്, യെരിഹോയിൽ കുറെ ശിഷ്യന്മാരുണ്ട്. അതൊക്കെ വിട്ടതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ കൂടി ഇന്ന് യോർദാങ്കിൽ വന്നിരിക്കുക. ഇന്ന് ഏലിയാവിനെ എടുക്കാൻ പോവാ. പിടിവിടാതെ ഒരാൾ കൂടെയുണ്ട്. ആരാ? എലീശയുണ്ട്.
അവനെ എടുക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും അവനില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത് ചെയ്യണം? ഇത്രയും കാലമായിട്ടും എൻ്റെ അവകാശം ഉറപ്പായിട്ടില്ല. എന്തുറപ്പായിട്ടില്ല? അവകാശം ഉറപ്പാകണമെങ്കിൽ എന്ത് വേണം? ഉറക്കപ്പറ, കണ്ണു തുറക്കണം. ഇന്ന് വരെയും എൻ്റെ അവകാശം ഉറപ്പായിട്ടില്ല. അവകാശം ഉറപ്പാകണമെങ്കിൽ കണ്ണു തുറക്കണം. കണ്ണു തുറക്കണമെങ്കിൽ എന്ത് വേണം? കണ്ണു തുറക്കണമെങ്കിൽ എന്നെ വിളിച്ച നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ ഫലം കായ്ച്ചിരിക്കണം. എൻ്റെ കഴിവിനൊത്തവണ്ണം ഞാൻ ഫലം കായ്ച്ചിട്ടുള്ളൂ. ഇന്ന് കണ്ണ് തുറക്കണം. ഇന്ന് ദൈവത്തിന്റെ സഭയ്ക്ക് കർത്താവ് തരുന്ന ആലോചന കൊള്ളണം. ഇന്ന് കണ്ണു തുറക്കണം. ഇത്രയും കാലമായിട്ടും ദൈവസഭയ്ക്ക് അവകാശം ഉറപ്പാകാതിരിക്കുമ്പോൾ ഇന്ന് വരെയും കേട്ടത് അത് ശരിയെന്ന് സ്ഥാപിക്കാൻ ദൈവം ഇതാ ഒരുങ്ങുക. എന്താണ് സാധാരണ ഒരാളോട് വന്ന് പറയുക, ഇവിടെ പോയി കഴിഞ്ഞാൽ വ്യാഴാഴ്ച കൊച്ചിക്ക് പോയി കഴിഞ്ഞാൽ കപ്പൽ കാണാം. കപ്പൽ എന്തൊക്കെയുണ്ട്? നിരനിരയായിട്ട് കപ്പൽ കിടക്കുമല്ലേ. അതിൻ്റെ പൊക്കം 6 നില 7 നില കെട്ടിടത്തിൻ്റെ പൊക്കമാണ്. അതിൻ്റെ വെള്ളയടിച്ചത് പറയണം, കറുപ്പടിച്ചത് പറയണം, ഓരോന്നോരോന്നോരോ എല്ലാം വിശദീകരിക്കുക. സന്തോഷമായി. അപ്പോഴേ അതിലേക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ വ്യാഴാഴ്ച ടിക്കറ്റ് എടുക്കണ്ടേ, അതിനൊരു 100 രൂപ അടയ്ക്കണം. ഇപ്പോഴാ 100 രൂപ ഇപ്പം ഇല്ല. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ഈ പറഞ്ഞതൊന്നും എന്ത് ചെയ്തിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. വ്യാഴാഴ്ച പോകേണ്ടവർ പോയി, തുറക്കേണ്ടത് തുറന്ന്, കണ്ടവർ കണ്ട്. ഇവൻ കുറേ നാൾ കഴിഞ്ഞപ്പോഴും ഇവൻ പറയാ, പണ്ട് എന്നോട് ഒരാൾ ഇങ്ങനെ വന്ന് പറഞ്ഞു, എങ്ങാനും തട്ടിപ്പോവില്ല, കൊച്ചിയിൽ പോയാൽ കപ്പൽ കാണാമെന്നും കപ്പൽ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുവാന്നും വെള്ളമുണ്ടെന്നോ പൊക്കമുണ്ടെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനങ്ങനെയൊന്നും വീണില്ല. അങ്ങനെ അങ്ങ് വീഴാൻ പാടില്ലല്ലോ. ആർക്ക് നഷ്ടം? കാരണം അവൻ കേട്ടത് മുഴുവൻ എന്തായി തീർന്നു? പാഴായി തീർന്നു. കാരണം അവൻ എന്ത് ചെയ്തില്ല? ഫലം കായ്ച്ചില്ല. കേട്ടത് ശരിയെന്ന് ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കേൾപ്പിച്ചത് ദൈവാത്മാവ് പറയാൻ പറഞ്ഞേക്കണം. ഞങ്ങൾ കേൾപ്പിച്ചത് ഈ കൂട്ടത്തിൽ ആര് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ പുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? വെളിപ്പെട്ടെങ്കിൽ നീ കായ്ക്കുന്ന ഫലം എത്രയായിരുന്നു? ഇന്ന് ഉടയവൻ ദൃഷ്ടി തുറക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഏത് ദൃഷ്ടി തുറക്കും? ഫലം കായ്ക്കാത്ത ദൃഷ്ടി തുറക്കില്ല. ഏത് ദൃഷ്ടി തുറക്കും? തുറക്കാനൊന്നുമില്ല തുറക്കാൻ. അപ്പൊ കർത്താവിന്റെ വചനം പറയുകയാണ്, ഇതാ എലീശ പറയുക, ഇതാ വിടൂല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എലിയാവ് ചോദിച്ചു, ശരി, ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടും. നിന്നെ എടുക്കാൻ പറ്റില്ല, അത് ശരി, അതില്ല, അത് അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്താൽ നീ ഒഴിവായി പോകും? നീ പണ്ട് എന്നെ വിളിച്ചതല്ലേ, എപ്പോൾ ചെയ്താൽ നീ എന്നെ ഒഴിവായി പോകും? എന്ത് ചെയ്യണം? നിന്റെ ആത്മാവിന് ഒയ്യോ വേറെ ഒന്നുമല്ല ചോദിച്ചത്. നിനക്ക് ആത്മാവിന് എത്ര ശക്തിയുണ്ടോ അതിന് ഇരട്ടി പങ്കിരിക്കുക. ലക്ഷ്യം മനസ്സിലാവും. കാരണം അതിൽ കൂടിയാണ് തനിക്കെന്ത് തന്റെ അവകാശം പ്രാപിക്കാൻ പോവാ. അപ്പോ ഏലിയാവ് പറഞ്ഞു, നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്, വേറെ ഒരു കാര്യമല്ല ചോദിച്ചത്. നീ എന്ത് കാര്യമാണ് ചോദിച്ചേ? പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കത് കിട്ടും. അപ്പൊ ഇപ്പൊ ഉത്തരവാദിത്വം എവിടെയായി? ഏലിയാവ് ഒഴിഞ്ഞു. ഏലിയാവ് കാര്യം പറഞ്ഞു ഒഴിഞ്ഞു. ഏലീശ വാക്കും കേട്ട് എടുക്കപ്പെടുമ്പോ കാണണമെങ്കിൽ കണ്ണാര് തുറക്കണം. ഉടയവൻ തുറക്കണം. നമുക്കൊന്ന് പരിശോധിക്കാൻ, ഇന്ന് സഭയ്ക്കൊന്ന് പരിശോധിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞേക്കുക. കർത്താവിന് സ്തോത്രം. ഇതാ നിന്റെ കണ്ണ് തുറക്കുന്നുവെങ്കിൽ ഇന്നുവരെയും കേട്ടത് സത്യമെന്ന്. ഇത് വിഷയമുണ്ട്. ഈ വിഷയത്തിന്റെ പ്രത്യേകത എന്നറിയാം, ഈ കാര്യം മാത്രം, ഈ സ്വർഗീയ വചനം, അതിശ്രേഷ്ഠ തേജസ്സിലേക്കുള്ള വചനം കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന സമയം മുതൽ കണ്ണ് നിരോധിക്കും. അതിന് വേണ്ടിയെന്നറിയോ? അതിന് വേണ്ടിയിട്ടാണ്. ഈ അതിശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യന്റെ വിശ്വാസവും അത് നിമിത്തമുള്ള പ്രതിഫലവും അത് പ്രാപിക്കണമെങ്കിൽ ഒരിക്കലും കാഴ്ചയാൽ വിശ്വാസം ആരംഭിക്കരുത്. പിന്നെ എങ്ങനെയായിരിക്കണം? കേൾവിയാൽ മാത്രമേ ആരംഭിക്കാവൂ. കേൾവിയാൽ ഹൃദയത്തിൽ വിശ്വാസം രൂപം കൊണ്ടതിന് ശേഷം മാത്രമേ കാഴ്ച അനുവദിക്കൂ. അതുകൊണ്ടാണ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാര് എമ്മൗസിലേക്ക്
യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് ഒരു ശിഷ്യന്മാർ പോവുക. കർത്താവിനെ നോക്കിയിരുന്ന് കുറെ നാളായിട്ടും കാണുന്നില്ല. കർത്താവ് ക്രൂശിച്ചു, മരിച്ചടക്കപ്പെട്ടു, പ്രതീക്ഷയൊക്കെ തീർന്നു. അവർ തിരിച്ചു പോകുക അവരുടെ ഗ്രാമത്തിലേക്ക്. എമ്മൗസിലേക്ക് പോകുമ്പോൾ ഇവരുടെ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു എന്ന അരകേത്, നിങ്ങളെവിടെ പോവുക? എന്താ ഈ സംസാരിക്കുന്നത്? നിങ്ങളിനി സംസാരിച്ച് തർക്കിച്ചുകൊണ്ട് പോകുന്നു. അവരവിടെ നിന്ന് കർത്താവ് ആകട്ടെ അവരുടെ കണ്ണെന്ത് ചെയ്തു? നിരോധിച്ചു. എന്തിനു വേണ്ടിയിട്ട്? കാണാതെ. കാരണം ഇവര് ദൈവത്തിനുള്ളവരാ. ആദ്യം എന്ത് ചെയ്യണം? കേൾവിയിൽ തന്നെ ഇവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കണം. ബാക്കിയുള്ള കാഴ്ചയിലൊക്കെ വന്നതൊക്കെ പോക്കാം. കാഴ്ചയിലൊന്നും ഉറക്കില്ല. അത് ദൈവത്തിൻ്റെ നീതിയാണ്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, നിങ്ങൾ എന്തായി പറയുന്നത്? മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യോടൊന്നുമുള്ള മോശം മുതലുള്ള പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും അവർക്ക് തിരുവെഴുത്തുകളെ തിരിച്ചു കൊടുത്ത് വെളിപ്പെടുത്തിക്കൊണ്ട് അവര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ ആ സഭയുടെ ആ ഗ്രാമത്തോടടുത്ത് കഴിഞ്ഞപ്പോൾ യേശു വഴിയിൽ നിന്ന് നേരെ പോകുന്ന ഭാവം കാണിച്ചതാണ്. ഗ്രാമത്തിലേക്ക് പോകാതെ എന്ത് ചെയ്തു? നേരെ പോകുന്ന ഭാവം കാണിച്ചു. അതെന്തിനാ? അഭിനയിക്കുകയാണോ? കർത്താവ് കപടം കാണിക്കോ? ഇല്ല. പിന്നെ എൻ്റെ ആ ഗ്രാമത്തിലേക്ക് കയറാതെ പോകാൻ പോയപ്പോൾ അവർ പറഞ്ഞു, അയ്യോ നമുക്ക് കയറി പാർത്തിട്ട് പോകാം, ഇവിടെ നമുക്ക് കയറി ഇന്ന് അന്തി കഴിഞ്ഞിട്ട് പോകാം. യേശു സമ്മതിച്ചില്ല. മുമ്പോട്ട് പോകാനായിട്ട് പിന്നെ ഒരുങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? നിർബന്ധിച്ചു. അവർ നിർബന്ധിച്ച് ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് അവൻ പറഞ്ഞത്, ആ സമയത്ത് നിർബന്ധിച്ച് ഇവനെ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എന്താ കാണൂല, ഇവർ കാണൂല. എന്നാൽ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഗ്രാമത്തിലേക്ക് ചെന്നു. അപ്പം എടുത്ത് നുറുക്കിയപ്പോൾ നിരോധിച്ച കണ്ണെന്ത് ചെയ്തു? തുറന്നു. ഇവൻ പറഞ്ഞത് മുഴുവനും എന്തായിരുന്നു? സത്യമായിരുന്നു. കർത്താവിന് സ്തോത്രം. ഉടനെ അവര് ഇതാ യെരൂശലേമിലേക്ക് ഓടി അവിടെ ചെന്ന് സഹോദരന്മാരോടൊപ്പം അവകാശം പ്രാപിച്ചു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത്, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നാം മുട്ടുകളെ മടക്കിക്കൊണ്ട് ഇത്രയും കാലം നമ്മൾ പ്രാപിച്ചതൊക്കെയും അത് നമ്മിൽ വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ ഉടയവൻ കണ്ണു തുറക്കുവാൻ തക്കവണ്ണം നമ്മിൽ നിന്ന് ഫലം പുറപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ഈ നാളുകൾ സഭയെ നടത്തുമ്പോൾ നമ്മുടെ ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മുടെ ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. കാരണം ദൃഷ്ടി തുറന്ന് അവകാശം കണ്ടാൽ അവകാശിക്ക് വേണ്ടത് എന്തെന്ന് സ്വർഗം അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാന്തനെ പ്രത്യാശമറ്റൊന്നിലും കാന്തനെ കാണുവാനാത്തിവാളരുന്നേ ഇല്ല പ്രത്യാശമറ്റൊന്നിലും കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂര കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂര ചെയ്താപിയൻ വരും നിശ്ചയം ചെയ്താപിയൻ വരും നിശ്ചയം ഇല്ല പ്രത്യാശമറ്റൊന്നിലും കാന്തനെ ഇല്ല പ്രത്യാശമറ്റൊന്നിലും വാഴ്വാരുഭൂമിയിൽ നിത്യപുരാമുഖത്തെത്തും ഞാൻ വാഴ്വാരുഭൂമിയിൽ നിത്യപുരാമുഖത്തെത്തും ഞാൻ വിശ്രാമിച്ചിടും ഞാൻ നിത്യകൊട്ടാരത്തിൽ വിശ്രാമിച്ചിടും
തമ്മിൽ കാണും സുന്ദരന്മാർവാനത്തിൽ കോടാനോടി ഗണം തേജസ്സിൽ തമ്മിൽ തമ്മിൽ കാണും സുന്ദരന്മാർവാനത്തിൽ കോടാനോടി ഗണം തേജസ്സിൽ സർവാംഗ സുന്ദരൻ കർത്താവിന് സ്തോത്രം. കാര്യങ്ങൾ മുൻപോട്ട് പോയി. ഇതാ അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളുമായി ചുഴലിക്കാറ്റിൽ ഏലിയാവെ എടുക്കാൻ പോവുകയാണ്. ഏലീശയും ഏലിയാവിനെയും തമ്മിൽ വേർതിരിച്ചു. ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നോക്കിയപ്പോൾ എലീശ ആ കാഴ്ച സ്വന്തം കണ്ണാൽ കണ്ടു. അതാണ് സ്തോത്രം. അതോടുകൂടി തൻ്റെ വസ്ത്രം അവൻ കീറിക്കളഞ്ഞു. ഉടയവൻ്റെ കൃപയാൽ അവൻ്റെ കണ്ണു തുറന്നു. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് അവൻ തൻ്റെ കൈവശമാക്കി തൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു, തൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇതാ കണ്ണു തുറന്നവർക്ക് വേണ്ടി ഒരവകാശവും ശുശ്രൂഷയും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. പരാജയപ്പെട്ടു പോകരുത്, തോറ്റു പോകരുത്, പിന്മാറിപ്പോകരുത്. ദൈവം വെറുതെ വചനം അയക്കുന്നില്ല. ഒരു സ്ഥലത്തും തൻ്റെ വചനം വെറുതെ അയക്കുന്നില്ല. പിന്നെയോ ആകാശത്ത് മഞ്ഞും മഴയും പെയ്ത് ഭൂമിയിൽ വിളവ് വർദ്ധിപ്പിച്ച് അത് ആകാശത്തിലേക്ക് മടങ്ങുന്നത് പോലെ തൻ്റെ വചനം നിവൃത്തിയായിട്ട് മാത്രം മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ഇന്ന് സഭയിലേക്ക് അയച്ചിരിക്കുന്ന വചനം ഫലം കാഴ്ചകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ആ അവകാശം പ്രാപിപ്പാൻ ദൈവത്തിന്റെ സഭയുടെ കണ്ണു തുറക്കാൻ കർത്താവിന്റെ ജനത്തെ കർത്താവ് സന്ദർശിക്കുവാനാകട്ടെ. കർത്താവിന്റെ കരുണയും കൃപയും നമ്മോടൊപ്പം ഇരിക്കുവാനാകട്ടെ. തൻ്റെ അവകാശവുമായി തൻ്റെ വസ്ത്രം കീറി ഏലിയാവിന് മേൽ വീഴുന്ന വീണ പുതപ്പുമായി യോർദാൻ പിളർന്ന് അവൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. തൻ്റെ അവകാശത്തെ അവൻ എന്നേക്കും സ്ഥിരമായി പ്രാപിക്കും. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളിലേക്ക് അയച്ച വചനങ്ങൾ കർത്താവിന്റെ ഹിതപ്രകാരം ഫലം കായ്പാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ ഒരുക്കി കൊടുക്കുമാറാകട്ടെ. ഒരിക്കൽ നിന്റെ കർത്താവെ അത് ഫലം കായ്യാത്ത അനുഭവത്തിലേക്ക് പോകാതെ വണ്ണം എൻ്റെ കർത്താവ് ഞങ്ങളെ കാക്കേണ്ടതിന് വേണ്ടി നാഥാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ. ശക്തിപ്പെടുത്തുമാറാകണമേ, ബലപ്പെടുത്തുമാറാകണമേ. കർത്താവെ ഞങ്ങൾക്ക് ലഭിച്ച വചനങ്ങൾക്കൊന്നും ഞങ്ങൾ കടക്കാനായി തീരാതെ വണ്ണം അത് ഫലം കായ്ച്ചുകൊണ്ട് ഞങ്ങളുടെ ദൃഷ്ടിയെ തുറന്ന് ഞങ്ങളുടെ അവകാശം സ്ഥിരമായി പ്രാപിച്ചെടുക്കുവാൻ സഹായിക്കണമേ. ദൈവസഭയ്ക്ക് പുതിയ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരു നാം മഹത്വമെടുക്കുവാനാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ 4:30 അടുത്ത പ്രാർത്ഥന. 4:30 അടുത്ത പ്രാർത്ഥന.